ആരായിരിക്കും കേരളത്തിൽ പ്രതിപക്ഷ നേതാവ്? അത് മുഖ്യമന്ത്രിയുടെ പറയാം, ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവോ? അതെയോ ഇപ്പോഴത്തെ മന്ത്രിമാരുടെ ആരെങ്കിലും ആവോ? അത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ആരെങ്കിലും വന്നു പോകരുത്? ആരായിരിക്കും? അത് നമുക്ക് ചർച്ച ചെയ്യണമല്ലോ. അല്ല, ഞാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ആരാവും എന്നുള്ളതും കൂടി ചർച്ച ചെയ്യണമല്ലോ. ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? മാധവ, അതും കേരളത്തിലെ ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ളൊരു വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ കാര്യത്തെക്കുറിച്ച് യഥാർത്ഥം പറഞ്ഞാൽ ഞാൻ ഈ ചോദ്യം ഉണ്ടാവുമെന്നുള്ളതുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച ഒഴിവാക്കാൻ ആഗ്രഹിച്ചത്. ഞാനിത് പറയാൻ ഒരു തരത്തിലും ചുമതലപ്പെട്ട ഒരാളല്ല. ഞാൻ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, 4-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ. UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായതുകൊണ്ടല്ല ഞാൻ പറയണത്. UDF അധികാരത്തിൽ വരും തീർച്ചയായിട്ടും. പക്ഷേ മുഖ്യമന്ത്രി ആരാന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച 4-ാം തീയതിക്ക് ശേഷമാണ് അതിനകത്തൊരു പ്രസക്തിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായ ഓരോ തരത്തിൽ യോഗ്യരായ ആളുകളുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. ആരും മോശക്കാരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഏതായാലും ഇത്തരം ചർച്ച നിങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നതിന് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ 10 കൊല്ലമായി കോൺഗ്രസ് പ്രവർത്തകർ ഒരുപാട് തല്ലുകൊണ്ടിട്ടുണ്ട്. ഒരുപാട് തല്ലുകൊണ്ട് കരിങ്ങഴി കാണിച്ചതിന് പൂച്ചട്ടിക്ക് തലക്കടി കൊണ്ട പ്രവർത്തകർ വരെയുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ നടത്തുന്നതിനെക്കുറിച്ച് ഒട്ടും താല്പര്യമുള്ളവരല്ല. അവർക്ക് അത് വലിയ നിരാശയും വേദനയും ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ 10 കൊല്ലം ഈ ഭരണം അവസാനിപ്പിച്ച് UDF അധികാരത്തിലേറ്റാൻ ആഗ്രഹിച്ച് വോട്ട് ചെയ്ത ജനങ്ങളുണ്ട്. ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള വരാൻ പോണത്. ആ ജനങ്ങളും ഈ ചർച്ച ഇഷ്ടപ്പെടുന്നില്ല. ജനങ്ങൾക്ക് മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം ജനാഭിലാഷങ്ങൾ മനസ്സിലാക്കി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളുടെ ഒരു കീഴ്വഴക്കം ഇതിനു മുമ്പ് ഉള്ളത്, MLA-മാരുടെ അഭിപ്രായം കേന്ദ്രത്തിൽ നിന്ന് വന്ന നിരീക്ഷകർ കേൾക്കും, അവരത് ഡൽഹിക്ക് റിപ്പോർട്ട് ചെയ്യും, അവിടെ നിന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. ഈ പ്രാവശ്യം അതിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിനകത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള നേതാക്കന്മാർ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നതും അവരുടെ പേരുകൾ ചർച്ച ചെയ്യുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അത് മാധ്യമങ്ങളിലൂടെ ചർച്ചയാക്കുന്നത് എനിക്ക് താല്പര്യമില്ല, അത് കോൺഗ്രസ് പ്രവർത്തകരും ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ അവകാശവാദങ്ങൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരസ്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ പാരമ്പര്യത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നു, സമര പാരമ്പര്യത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നു. MLA ആയില്ലെങ്കിൽ മുഖ്യമന്ത്രി ആകാവുന്ന ചില ആളുകൾ പറയുന്നു. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് പറയുന്നത്, ചർച്ച മാധ്യമങ്ങളുണ്ടായിരുന്നതല്ല. അല്ല, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. കാരണം എനിക്കത് ഈ വിഷയം തൊടാൻ ആഗ്രഹമില്ല. ഞാനിനി അത് മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഒരു ചർച്ച കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. എനിക്കതിനകത്ത് ഇപ്പോൾ താല്പര്യമില്ല. MLA-മാർ തീരുമാനിക്കുന്നല്ല ഞാൻ പറഞ്ഞത്. MLA-മാരുടെ അഭിപ്രായം ഡൽഹിയിൽ നിന്നുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ നിരീക്ഷകർ വന്ന് കേൾക്കും. അതാണ് കീഴ്വഴക്കം. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചപ്പോഴും അങ്ങനെയാണ് കീഴ്വഴക്കം. അതിനുശേഷം ഡൽഹിയിൽ നിന്ന് അനൗൺസ് ചെയ്യും. അതാണ് കോൺഗ്രസിൻ്റെ കീഴ്വഴക്കം. ഇപ്പോൾ CPM-ൻ്റെ ആയാലും അവരുടെ സെക്രട്ടേറിയറ്റ് കൂടി പിന്നെ പോളിറ്റ് ബ്യൂറോ കൂടിയൊക്കെ അല്ലേ തീരുമാനിക്കണം.